കിങ് കോങ്ങിന് പെട്ടെന്ന് അതികഠിനമായ വേദന അനുഭവപ്പെട്ടു. തന്റെ ഒരു പല്ല് ഒടിഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി. വേദന കാരണം അയാൾക്കൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. ഇനി വേറെ വഴിയില്ലാത്തതിനാൽ സഹായം ചോദിച്ച് അയാൾ മനുഷ്യരുടെ ലോകത്തേക്ക് വന്നു. കിങ് കോങ് പെട്ടെന്ന് ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും ഭയന്നു. പക്ഷേ അയാളുടെ പ്രശ്നമെന്താണെന്നറിഞ്ഞപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച ദന്ത ഡോക്ടറെ ഉടൻ തന്നെ വിളിച്ചു. ഡോക്ടർ കിങ് കോങ്ങിന് ഒരു അനസ്തീഷ്യ കുത്തിവയ്പ് നൽകി. അത് അയാളെ ശാന്തനാക്കി. എന്നിട്ട് ഡോക്ടർ കയറുകളുടെ സഹായത്തോടെ കിങ് കോങ്ങിന്റെ വലിയ വായ്ക്കകത്തേക്ക് കയറി. ഡോക്ടർ ഒടിഞ്ഞ പല്ല് പരിശോധിച്ചു. തുടർന്ന് ഒരു വലിയ വിമാനത്തിന്റെ സഹായത്തോടെ ആ പല്ല് പുറത്തെടുത്തു. അതിനുശേഷം ഡോക്ടർ ടൈറ്റാനിയം ലോഹം കൊണ്ട് നിർമ്മിച്ച പുതിയ കൂടുതൽ ബലമുള്ള ഒരു പല്ല് വെച്ചുകൊടുത്തു. പുതിയ പല്ല് കിട്ടിയപ്പോൾ കിങ് കോങ്ങിന് വളരെ സന്തോഷമായി. മനുഷ്യരോട് നന്ദി പറഞ്ഞ് അയാൾ തന്റെ ലോകത്തേക്ക് മടങ്ങി. കിങ് കോങ് തന്റെ ലോകത്തേക്ക് മടങ്ങിയപ്പോൾ വായുവിൽ ഒരു അപൂർവ ഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ ആ ഗന്ധം പിന്തുടർന്ന് ഒരു നിഗൂഢമായ സ്ഥലത്തെത്തി. അവിടെ അയാൾ മുമ്പ് ഒരിക്കലും പോയിട്ടില്ലായിരുന്നു. അവിടെ വെച്ച് ഒരു ചെറിയ കുരങ്ങനെ അയാൾ കണ്ടുമുട്ടി. കിങ് കോങ് വളരെ കാലമായി ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരാളെ കണ്ടപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. അയാൾ സൗഹൃദത്തിനായി കൈനീട്ടി. പക്ഷേ ആ ചെറിയ കുരങ്ങൻ അയാളെ കടിക്കുകയും ഓടിപ്പോവുകയും ചെയ്യുമെന്ന് അയാൾ പ്രതീക്ഷിച്ചില്ല. കിങ് കോങ് അവനെ പിന്തുടർന്നു പോകുന്നതിനിടയിൽ ഒരു കെണിയിൽ അകപ്പെട്ടു. അപ്പോൾ 3 കുരങ്ങന്മാർ കൂടി അയാളെ ആക്രമിച്ചു. പക്ഷേ കിങ് കോങ് അതിനേക്കാൾ വളരെ ശക്തനായിരുന്നു. അവരെയെല്ലാം അടിച്ചുകൊണ്ട് അയാൾ പെട്ടെന്ന് കീഴടക്കി. ചെറിയ കുരങ്ങൻ പിടിയിലായി. ഇനി അവന് കിങ് കോങ്ങിനെ അവന്റെ ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. വഴിയിൽ അവർ ഒരു തടാകത്തിനരികിലൂടെ കടന്നുപോയി. ചെറിയ കുരങ്ങൻ ഒരു വലിയ ജലജീവിയുടെ സഹായത്തോടെ കിങ് കോങ്ങിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷേ കിങ് കോങ് അപകടം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ആ വലിയ പാമ്പിനെ പോലെയുള്ള ജീവിയെ അയാൾ എളുപ്പത്തിൽ കീഴടക്കി. അതിനുശേഷം അയാൾ ആ പാമ്പിനെ ഭക്ഷിച്ചു. പിന്നെ അത് ചെറിയ കുരങ്ങനുമായി പങ്കിട്ടു. കിങ് കോങ്ങിന്റെ ദയയിൽ ചെറിയ കുരങ്ങൻ വളരെ മതിപ്പുള്ളവനായി. അവൻ കിങ് കോങ്ങിനെ അവന്റെ സമൂഹത്തിന്റെ കോളനിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ കിങ് കോങ് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. തന്നെപ്പോലെയുള്ള നിരവധി കുരങ്ങന്മാർ അവിടെ തടവിലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു.